പ്യുവർ വെജിറ്റേറിയനിസം എല്ലാ കാലത്തും എല്ലാ സാമൂഹിക സ്ഥിതിയിലും ജാതീയമായ തലത്തിൽ തന്നെയാണ് ഭക്ഷണത്തെയും ഭക്ഷണ രീതികളെയും എത്തിച്ചിട്ടുള്ളത്. തൊട്ടുകൂടായ്മയുടെ ഭക്ഷണ രീതി, നോൺ വെജ് ഭക്ഷണം കഴിക്കുന്നവരോട് സമ്പർക്കമില്ലാതിരിക്കുക, നോൺ വെജ് ഭക്ഷണം വിളമ്പിയ സ്പൂൺ മുതൽ പാത്രവും ബാഗും വരെ വേർതിരിക്കുക, പ്രത്യേക മേഖല തിരിച്ച ആളുകൾക്ക് ഭക്ഷണം വിളമ്പുക, സൊമാറ്റോ ചെയ്തതുപോലെ നോൺ വെജും വെജിറ്റേറിയൻ ഭക്ഷണവും ഡെലിവറി ചെയ്യുന്ന മനുഷ്യരെ പോലും പച്ചയും ചുവപ്പും ഷർട്ടും ബാഗും ധരിപ്പിച്ച് വേർതിരിക്കുക, അങ്ങനെയെല്ലാം കണക്ക് പരിശോധിച്ചാൽ ഇന്ത്യ ഒരു കാലത്തും, അത് പ്രാചീന ഇന്ത്യ ആയാലും ആധുനിക ഇന്ത്യ ആയാലും വെജിറ്റേറിയൻ രാജ്യമേ ആയിരുന്നില്ല. 80% ഇന്ത്യക്കാരും മീനും മുട്ടയും ഇറച്ചിയും ഭക്ഷിക്കുന്ന മനുഷ്യരാണ്. പ്രാചീന കാലം മുതൽ തന്നെ മൃഗബലിയും മാംസഭക്ഷണവും ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു. മഹാഭാരതത്തിനും രാമായണത്തിനും ഉൾപ്പെടെ ഇതിഹാസങ്ങളിലും ചരിത്രരേഖകളിലും ഇതിന് തെളിവുകളുണ്ട്. ആയതിനാൽ തന്നെ വെജിറ്റേറിയനിസത്തിനെ ഇന്ത്യൻ സംസ്കാരവുമായി കൂട്ടിക്കൊരുക്കുന്നത് ഒരുതരം അന്യായമാണ്. ഇന്ത്യൻ സംസ്കാരം പ്യുവർ വെജിറ്റേറിയൻ സംസ്കാരമല്ല.